യുക്രൈന്റെ ധാതു വിഭവങ്ങൾ അമേരിക്കയ്ക്ക് അവകാശം നൽകുന്ന കരാർ അംഗീകരിക്കാനാവില്ലെന്ന് പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കി. കരട് കരാറിൽ അമേരിക്കയ്ക്ക് 50% ഉടമസ്ഥാവകാശമാണ് നിർദ്ദേശിക്കുന്നത്. കരാറിൽ യുക്രൈന് സുരക്ഷാ ഉറപ്പുകൾ പരാമർശിക്കുന്നില്ല. രാജ്യത്തെ വിൽക്കാനാവില്ലെന്ന് സെലൻസ്കി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. റഷ്യൻ അധിനിവേശം നേരിടുന്ന യുക്രൈന് അമേരിക്ക സൈനിക സഹായം നൽകുന്നതിന് പകരമായി യുക്രൈനിലെ പ്രകൃതി വിഭവങ്ങളിൽ അവകാശം നൽകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെക്കാൻ സെലൻസ്കി വിസമ്മതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. യുക്രൈൻ $50,000 കോടി ധാതു വിഭവങ്ങൾ അമേരിക്കയ്ക്ക് നൽകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യുദ്ധത്തിന് ഇതുവരെ ആകെ ചെലവായിട്ടുള്ളത് $32,000 കോടി ആണെന്ന് സെലൻസ്കിയും വിശദീകരിച്ചു. ഇതിൽ 12,000 കോടി യുക്രൈനിലെ നികുതിദായകർ നൽകിയതാണ്. 20,000 കോടിയാണ് അമേരിക്കയും യൂറോപ്പും ചേർന്ന് നൽകിയത്. ആയുധങ്ങളടക്കം അമേരിക്കയുടെ സഹായം 6,700 കോടി മാത്രമേ ഉള്ളൂ എന്നും സെലൻസ്കി വിശദീകരിച്ചു. യുക്രൈന്റെ നേതൃസ്ഥാനത്ത് നിന്നും തന്നെ നീക്കം ചെയ്ത് മറ്റൊരാളെ അവരോധിക്കാൻ സാധിക്കില്ലെന്ന് സെലൻസ്കി ശക്തമായി പറഞ്ഞു. തനിക്ക് 58% ജനങ്ങളുടെ പിന്തുണയുണ്ടെന്നും വ്യക്തമാക്കുന്ന സർവേ ഫലങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സെലൻസ്കിക്ക് 4% പിന്തുണയെ ഉണ്ടാവുകയുള്ളെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. റഷ്യ പടച്ചുവിടുന്ന വ്യാജ വിവരങ്ങളുടെ ലോകത്താണ് ട്രംപ് ജീവിക്കുന്നതെന്നും സെലൻസ്കി ഇതിന് മറുപടിയായി നൽകി.